ബദലുക്കു ബദൽ എന്ന മട്ടില് 54 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകളുമായിട്ട് BJP ഇപ്പോ രംഗത്ത് വന്നിരിക്കുക. അത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യ മുന്നണിയിലെ മറ്റ് ചില ഘടക കക്ഷികളെയും പ്രധാന നേതാക്കള് മത്സരിച്ചു ജയിച്ച മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയാണ്. അതാണ് ഇപ്പോൾ അവര് പരിശോധിച്ചിരിക്കുന്നത്. അവിടെ വലിയ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട് എന്നാണ് അവര് പറയുന്നത്. BJPയുടെ പ്രധാന നേതാവായ അനുരാഗ് താക്കൂർ, അദ്ദേഹം ലോക്സഭയിൽ ഒരു വലിയ വാഗ്മിയാണ്. മോദിക്ക് വേണ്ടി BJPക്ക് വേണ്ടി വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. അനുരാഗ് താക്കൂറാണ് രാഹുൽ ഗാന്ധി നടത്തിയതുപോലെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വെച്ച് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതില് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്, നമ്മുടെ കേരളത്തിലെ വയനാട്, പിന്നീട് UPയിലെ റായ്ബറേലി, അവിടെയാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. അഭിഷേക് ബാനർജി TMC നേതാവ്, തൃണമൂൽ കോൺഗ്രസ്, അദ്ദേഹം ജയിച്ച കൽക്കത്തയിലെ ഡയമണ്ട് ഹാർബർ. ഒപ്പം തന്നെ അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ്, അദ്ദേഹം മത്സരിച്ച UPയിലെ കനൌജ്. ഈ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള 54 മണ്ഡലങ്ങളിൽ അവിടുത്തെ വോട്ടർ പട്ടിക മുഴുവൻ ക്രമക്കേടാണ്, പ്രശ്നങ്ങളാണെന്നാണ് നമ്മുടെ അനുരാഗ് താക്കൂർ പറയുന്നത്. ഇവരെ മാത്രമല്ല കേട്ടോ, അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് ജയിച്ച മെയിൻപുരി, അതും UPയിലുള്ള മെയിൻപുരി. അതുകൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിലേക്ക് ജയിച്ച കൊളത്തൂർ മണ്ഡലം, വളരെ പഴയ തെരഞ്ഞെടുപ്പ്. ഇതിന്റെ ഒക്കെ രേഖകളുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആകെക്കൂടെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ ക്രമക്കേടുകളാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനുള്ള രേഖകളെ പരിശോധിക്കാൻ 40 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 6 മാസം വേണ്ടി വന്നു. അതിനുശേഷം ഇപ്പൊ അവര് കള്ളവോട്ടം ഉണ്ട് എന്ന് കണ്ട സ്ഥലങ്ങളിൽ ഇരട്ട ഓട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സില് ധാരാളം പേര് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറത്ത് ആളുകളെ ചേർത്തിട്ടുള്ള സ്ഥലങ്ങൾ, അതൊക്കെ നേരിൽ പോയി പരിശോധിച്ച് വെരിഫിക്കേഷൻ നടത്തി. അങ്ങനെ 6 മാസം കൊണ്ടാണ് ഈ ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മാത്രമല്ല, ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷന്റെ കൈവശമുള്ള ഇലക്ട്രോണിക് രേഖ, വോട്ടർ പട്ടിക, ഡിജിറ്റൽ രേഖ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം നമുക്കത് അതിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ പറ്റും. അത് മെഷീൻ റീഡിങ്ങിന് പാകത്തിലുള്ളതാണ് ഈ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക. രാഹുൽ ഗാന്ധി അത് ചോദിച്ചിട്ട് കൊടുത്തില്ല. അതുകൊണ്ടാണ് ടൺ കണക്കിന് കടലാസ് രേഖകൾ അത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് വെച്ചിട്ടാണ് ഈ 6 മാസത്തെ അന്വേഷണം അല്ലെങ്കിൽ പഠനം, ഗവേഷണം. അങ്ങനെയാണ് ഈ റിപ്പോർട്ട്, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ക്രമക്കേടുകളുടെ റിപ്പോർട്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 8 നിയമസഭാ മണ്ഡലങ്ങളില് 7 82,000 വോട്ടിന് ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വന്നപ്പോ, അസമയം മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ മണ്ഡലത്തിലെ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. അതിലെ ക്രമക്കേടുകൾ അതാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ BJP 54 മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒരാഴ്ച കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ട് ഒരാഴ്ച കഴിയുക, അന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. BJP റായ്ബറേലിയിലെയും വയനാട്ടിലെയും ഡയമണ്ട് ഹാർബറിലെയും കനൌജിലെയും ഒക്കെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ അന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. പക്ഷെ 7 ദിവസം കൊണ്ട് അവരത് പൂർത്തിയാക്കിയിരിക്കുന്നു. BJP എപ്പോഴും അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചോണ്ടല്ലോ, ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ വളരെ സ്പീഡിൽ അങ്ങ് പോകും, ആർക്കും പിടിക്കാൻ കിട്ടത്തില്ല, മറ്റൊരൊക്കെ പുറകെ കിടക്കത്തുള്ളൂ. ഇവിടെ 6 മാസം എടുത്തു ഒരൊറ്റ മണ്ഡലം. BJPക്കോ 54 മണ്ഡലങ്ങൾ, പിന്നെ വേറെ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ കൊളത്തൂർ പോലെയൊക്കെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ വേറെയാ, അല്ലറ ചില്ലറ. അതുമെല്ലാം കൂടെ 7 ദിവസമേ വേണ്ടി വന്നുള്ളൂ. അവർ വളരെ കൃത്യമായിട്ട് പത്രപ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സംശയം, ഇതിനുള്ള രേഖകൾ, ഈ 54 ലോക്സഭാ മണ്ഡലങ്ങൾ, പിന്നെ കൊളത്തൂർ പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ, ഇവിടുത്തെയൊക്കെ രേഖ ഇവിടുന്ന് കിട്ടി, BJPക്ക് ഇവിടുന്ന് കിട്ടി. രേഖ കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ഥാനാർത്ഥിക്ക് ഓരോ സെറ്റ് വോട്ടർ പട്ടിക നൽകാറുണ്ട്, അതവർക്ക് സൂക്ഷിക്കാം. അതിന്റെ കോപ്പിയിലാണ് വോട്ടിംഗ് സമയത്ത് വോട്ടർമാർ വരുമ്പോൾ അവർ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ളത് ടിക്ക് ഇടുന്നതും ഇൻഡു മാർക്ക് ഇടുന്നതും ഒക്കെ ആ പത്രികയിലാണ്. പക്ഷെ അത് ഔദ്യോഗിക രേഖയല്ല. ഇനി അത് ഔദ്യോഗികമായിട്ടൊക്കെ സ്വീകരിക്കാം. അങ്ങനെ ഈ 54 മണ്ഡലങ്ങളിലെ കണക്കെടുക്കണമെങ്കിൽ, രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 6 മാസം വീതം വേണ്ടി വരും. ഇവിടെ ബാംഗ്ലൂർ സെൻട്രലിൽ 6 മാസം. ആ കണക്കിനാണ് 54 മണ്ഡലങ്ങൾക്ക് 54 × 6 അത്രയും മാസങ്ങൾ വേണ്ടി വരും. പക്ഷെ ഇവിടെയോ 7 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട് ഈ 54 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് പുറത്ത് വിട്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഇലക്ട്രോണിക് രേഖ കിട്ടിയോ? അത് കിട്ടിയാൽ പറ്റും. അത് കിട്ടിയാൽ ഈ 54 മണ്ഡലങ്ങൾ 7 ദിവസം കൊണ്ട് തീർക്കാം. അതെങ്ങനെ ലഭിക്കും? അത് പാർട്ടിയുടെ കൈവശമില്ലല്ലോ.
അത് BJPയുടെയോ കോൺഗ്രസിന്റെയോ സമാജ്വാദി പാർട്ടിയുടെയോ TMCയുടെയോ ഒന്നും കൈവശമില്ല. അതുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആരെയെ കൊടുത്തോ? BJP ചോദിച്ചപ്പോൾ കൊടുത്തോ? ഇപ്പൊ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക താ, അതിന്റെ കോപ്പി തന്നാല് നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യാജ വോട്ടുകളുടെ പിൻബലത്തോടെയാണ് തെളിയിക്കാമെന്ന. കൊടുക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ BJPക്ക് ഈ 54 മണ്ഡലങ്ങളിലെ വിശദാംശങ്ങൾ ലഭിച്ചു, ഇലക്ട്രോണിക് രേഖകൾ ലഭിച്ചു? അതല്ലാതെ അവർ എങ്ങനെയാണ് ഈ 7 ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കണക്കുണ്ടാക്കുന്നത്? അതാണ് സംശയം. ഇവിടെ വാസ്തവത്തിൽ BJPയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ഈ അടുപ്പത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഈ ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു വരിക. ഇവര് കൂടാലോചന നടത്തി BJP അധികാരത്തിലേറ്റാൻ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആര്? ഇലക്ഷൻ കമ്മീഷനും BJPയും. അങ്ങനെ ആരോപണം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു 54 മണ്ഡലങ്ങളുടെ വോട്ടർ പട്ടികയുടെ അനാലിസിസ് 7 ദിവസം കൊണ്ട് പുറത്തു വരുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുക? അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രാഹുൽ ഗാന്ധിക്ക് 6 മാസം വേണ്ടി വന്നത്, അനുരാഗ് താക്കൂറിന് 54 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ നോക്കാൻ 7 ദിവസം മതിയാവുന്നത്, ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ ബന്ധം അതൊരു അവിശുദ്ധ ബന്ധമാണോ എന്ന സംശയം. അത് ഭരണഘടനാ വിരുദ്ധമായ ചില ഇടപാടുകൾ ഇതിനുള്ളിലൊക്കെ നടക്കുന്നുണ്ടോ എന്ന സംശയം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. വയനാട്ടില് 93,499 വോട്ടിന്റെയും റായ്ബറേലിയിൽ 2,99,000 വോട്ടിന്റെയും കാര്യത്തിൽ സംശയമുണ്ടെന്നാണ്, സംശയാസ്പദമായ വോട്ടുകൾ എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത്. കനൌജിനെ കുറിച്ചും അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബറിനെ കുറിച്ചും ഇതുപോലെ സംശയാസ്പദ വോട്ടുകളുടെ കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് അത് വിവരിക്കുന്നില്ല അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2019 വയനാട്ടിൽ ആരാ ജയിച്ചത്? രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്തായിരുന്നു? 4,31,770. 2024 അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, റായ്ബറേലിയിലും വയനാട്ടിലും. വയനാട്ടിൽ ജയിച്ചു, റായ്ബറേലി നിലനിർത്തി. വയനാട്ടിൽ പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്താ? 3,64,442 വോട്ട്. അത് കഴിഞ്ഞാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അവരുടെ ഭൂരിപക്ഷം എന്താ? 4,10,931 വോട്ട്. ഇത്രയും ഭൂരിപക്ഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് 19 മുതൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടുന്ന ഒരു മണ്ഡലത്തിൽ 93,499 സംശയാസ്പദ വോട്ടുകൾ ഉണ്ടെന്നാണ് ഠാക്കൂർജിയുടെ കണക്ക്. അതുപോലെ ഇത്തവണത്തെ റായ്ബറേലിയില് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്താ? 3,90,30. ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല. ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് അദ്ദേഹത്തിന് റായ്ബറേലിയിൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുക. അവിടുത്തെ ഈ കണക്കും കൊണ്ടാണ് നമ്മുടെ അനുരാഗ് താക്കൂർ വന്നിരിക്കുന്നത്. അല്ലാതെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് 82,000 വോട്ട് ഭൂരിപക്ഷമുള്ളിടത്ത് 8ാമത്തെ മണ്ഡലത്തിനെ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചതുപോലെയുള്ള കണക്കല്ല ഇത്. വ്യത്യാസമുണ്ട് അതില്. അത് ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട്. BJP കൊണ്ടുവന്ന ഒരു രേഖ അല്ലെങ്കിൽ കണക്കെന്ന നിലയില് ഞാനതിനെ സംശയത്തോടൊന്നും കാണുന്നില്ല. അത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. സംശയത്തോടെ പറയല്ല. എന്നാലും വയനാട്ടിലെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. കൽപ്പറ്റയില ചൗണ്ടേരി എന്ന് പറയുന്ന ഒരൊറ്റ വീട്ടുപേരില്ല. ചൗണ്ടേരി ഒറ്റ വീട്ടുപേര്. അവിടെ 4,000 വോട്ട് ചേർത്തിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? അനുരാഗ് താക്കൂർ പറയുന്നത്. അവിടെ 4,000 വോട്ടുകൾ ചേർത്തു എന്ന് മാത്രമല്ല, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ് ഒരൊറ്റ മേൽവിലാസത്തിൽ താമസിക്കുന്നത്. ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പിന്നാക്ക വിഭാഗക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ അഡ്രസ്സിൽ 4,000 വോട്ട് എന്നുള്ളത്. അതിനെപ്പറ്റി ഇന്ന് മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ എന്താ വിവരം കിട്ടിയത്? ഈ ചൗണ്ടരി എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ലേ, ഹേ, അതൊരു നാടിന്റെ പേരാ, ഒരു ഗ്രാമത്തിന്റെ പേരാ. ആ ഗ്രാമത്തിൽ 4,000 പേരുണ്ടെന്നാ പറയുന്നത്. ഇത് ചാമുണ്ടേശ്വരി ദേവിയുടെ ഒരു ക്ഷേത്രം പണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ സമീപത്ത്. ആ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ചൗണ്ടരി എന്ന് പറയുന്ന പേര്. ഇതാണ് അനുരാഗ് താക്കൂർ വളരെ ഒട്ടുഘോഷിച്ച് നടത്തിയ പ്രസ്താവനയിലെ ഒരു കണക്കിന്റെ കോലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വീട്ടുപേരില് നാനാജാതി മതസ്ഥർ
വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവർ അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഒരു BJP നേതാവിന് സാധിച്ചല്ലോ എന്ന കാര്യത്തില് നമുക്ക് സന്തോഷിക്കാവുന്നതേ ഉള്ളൂ. ഈ 54 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് പറയുന്നത് ആരാ? അതാലോചിക്കണം. BJP ആണ്. BJPയുടെ പാർലമെന്റ് അംഗമാണ്, ലോക്സഭയിലെ അംഗമാണ്, പ്രധാനപ്പെട്ട ഒരാളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ദൗത്യം ഏൽപ്പിക്കത്തില്ലല്ലോ, ഈ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തത്തില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ 54 മണ്ഡലങ്ങളിലെ ക്രമക്കേടുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? 2024 തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക സർവത്ര ക്രമക്കേടായിരുന്നു എന്നല്ലേ, സർവത്ര അബദ്ധ പഞ്ചാംഗമായിരുന്നു എന്നുള്ളതല്ലേ? അത്തരത്തിലൊരു വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വന്നവർക്ക് പാർലമെന്റിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ആ പാർലമെന്റിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ, മന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഇരിക്കാൻ എന്ത് അവകാശമാണ് ഉള്ളത്? ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കല്ല, അദ്ദേഹം ഒരൊറ്റ മണ്ഡലത്തിലെ കണക്കാ പറഞ്ഞത്. ബാക്കി ഡിജിറ്റൽ കണക്ക് തന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കത്തില്ലല്ലോ, അത് BJPക്ക് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ BJP പറയുന്നു 54 മണ്ഡലങ്ങളില് സർവത്ര കുഴപ്പമായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെ സാധുവാകും? നമുക്കത് ചോദിക്കാമല്ലോ. ഇത് ചോദിച്ചാൽ രാഷ്ട്രീയക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, കോൺഗ്രസിന് ഇഷ്ടപ്പെടത്തില്ല, BJPക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമുക്ക് ചോദിക്കാം, അത്തരത്തിലൊരു വോട്ടർ പട്ടിക 54 എണ്ണത്തിലെ കണക്ക് BJP എടുത്തതേ ഉള്ളൂ, അത് മുഴുവൻ സർവത്ര അബദ്ധമാണെന്ന് പറയുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ കാര്യം എന്താ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പെട്ടെന്നൊരു അസാധ്യമായ കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് നമ്മുടെ വോട്ടർമാര്. പ്രായപൂർത്തി വോട്ടവകാശം സിദ്ധിച്ചവരാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ടിൽ ഭൂരിപക്ഷം കിട്ടുന്നവരാണ് ജയിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയോ മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ അടിസ്ഥാന സംഭവം എന്തുവാ? അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയാണ്. ഈ വോട്ടർ പട്ടിക മുഴുവൻ അബദ്ധമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ വോട്ടർ പട്ടിക ഉപയോഗിച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് എങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ സാധിക്കും? ആ ചോദ്യം ന്യായമല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ട് വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. ഇത് പറഞ്ഞത് BJP ആണ്. ഈ 54 മണ്ഡലങ്ങളിലെ കുഴപ്പങ്ങളുണ്ടെന്ന് അവർ നോക്കിയത് ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികളുടെ മണ്ഡലങ്ങൾ മാത്രമായിരിക്കും. പ്രതിപക്ഷ കക്ഷികളുടെ മണ്ഡലത്തിൽ മൊത്തം കുഴപ്പം, മറ്റേ മണ്ഡലങ്ങളിൽ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മള് ഈ ബംഗളൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് കണ്ടെത്തിയത് എന്താ? ഞെട്ടിക്കുന്ന ഒരു വോട്ട് കൊള്ളയല്ലേ. അപ്പൊ നമ്മുടെ അനുരാഗ് തോക്കർ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോലൊരു സാധാരണ പൗരനല്ല, വോട്ട് കിട്ടി ജയിച്ചു വന്ന MP ആണ്. അപ്പൊ അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഒരു പരാതി നൽകണം, ഒരു അഫിഡാവിറ്റ് നൽകണം. ഞാൻ ഈ 54 മണ്ഡലങ്ങളിലെ വോട്ടുകൾ പരിശോധിച്ചു. അതിലെ വയനാട്, റായ്ബറേലി, ഡയമണ്ട് ഹാർബർ, കനൌജ് അടക്കം ഈ മണ്ഡലങ്ങളെല്ലാം സർവത്ര കള്ളവോട്ടാ, അല്ലെങ്കിൽ വ്യാജ വോട്ടാ, ഇരട്ട വോട്ടാ, ഒരഡ്രസ്സിൽ നിരവധി വോട്ടുകളാ, ഇത് മുഴുവൻ പെശക എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പില് സത്യപ്രതിജ്ഞ സഹിതം, രാഹുൽ ഗാന്ധിയോട് നിങ്ങളതാണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ നടത്തി ഈ പരാതി കൊടുക്കുന്നില്ല എന്നാണല്ലോ. അത് ആവശ്യമാണോ ആവശ്യമല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾ തന്നെ ഈ ഇഷ്യൂ ഉന്നയിക്കുമ്പോൾ, ഈ ചട്ടത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അനുരാഗ് താക്കൂർ ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി സമർപ്പിക്കട്ടെ ഈ 54 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ. ഇനി 54 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ജയിച്ചെടുത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളെങ്കിൽ എന്ത് നന്നായി. നമുക്ക് അവരെ മുഴുവൻ കൂട്ടത്തോടെ സഭയിൽ നിന്ന് പുറത്താക്കാമല്ലോ, അയോഗ്യരാക്കാമല്ലോ. ബാക്കിയുള്ളവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി നമുക്ക് അവിടുന്ന് ജയിച്ചു കയറി വരാം, അതിന് ശ്രമിക്കാം. അതല്ലേ നല്ല വഴി. കാരണം ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് രാഹുൽ ഗാന്ധി ആവട്ടെ, അനുരാഗ് താക്കൂർ ആവട്ടെ, വോട്ടർ പട്ടികയെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവരെല്ലാം നല്ല ഉത്തരവാദിത്വബോധത്തോടെ ഉന്നയിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ അതിന്റെ മറുപടി പറയേണ്ടത് ആരാ? ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം അനുരാഗ് താക്കൂർ പറയുന്ന ഈ 54 മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലോ ഒന്നും വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസോ BJP ഒന്നും അല്ല, സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസോ ഒന്നും അല്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും സാധിക്കില്ല. പത്രിക സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ കൊടുക്കാം, അത് വ്യക്തികൾക്കും കൊടുക്കാം, പാർട്ടിക്കും കൊടുക്കാം. അതല്ലാതെ നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്വാധീനം നടക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട്,
അത് ഭരണകക്ഷിയല്ലാതെ ആർക്കും സാധിക്കില്ല. ഇലക്ഷൻ കമ്മീഷനും BJP-യുമായിട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്ഷേപങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ സംഭവിക്കാം. പത്രികയിൽ തകരാറുണ്ടാവാം. കോൺഗ്രസ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും BJP-യുമായിട്ടൊരു ഗൂഢാലോചന നടത്തി BJP-ക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിനാവശ്യമായ രീതിയിൽ പത്രികയിൽ കൃത്രിമം നടത്തി എന്നാണ്. അതാണ് പ്രശ്നം. അതാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിന് വേണ്ടി അനുരാഗ് താക്കൂർ ഒരു പരാതി നൽകട്ടെ, അവയെല്ലാം അന്വേഷിക്കട്ടെ, എല്ലാ മണ്ഡലങ്ങളിലുള്ള അന്വേഷിക്കട്ടെ. ഒരു കാര്യം വ്യക്തമാണല്ലോ, റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധി, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, കനൌജിൽ അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി, ഇവരൊക്കെ പ്രതിപക്ഷ നേതാക്കളാ, BJP ശക്തമായിട്ട് എതിർക്കുന്നവരാ. ഇവരൊക്കെ ജയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആ പാർട്ടികളുമായിട്ടോ ഈ സ്ഥാനാർത്ഥികളുമായിട്ടോ ഒരു ഗൂഢാലോചന നടക്കത്തില്ലല്ലോ. അത് സംശയമില്ലാത്ത കാര്യമല്ലേ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കനൌജില് അഖിലേഷ് യാദവിന്റെ ഭൂരിപക്ഷം 1,71,000 വോട്ട്. അതുപോലെ ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി എത്ര വോട്ടാണ് ജയിച്ചെന്നറിയാമോ? കേൾക്കുമ്പോൾ ഞെട്ടരുത്. 7,11,000 വോട്ട്. 7,11,000 വോട്ടിന് 70 വോട്ടിന്റെ കുറവേ ഉള്ളൂ. ഈ വ്യത്യാസത്തിലാണ് അഭിഷേക് ബാനർജി അവിടെ ജയിച്ചത്. അവിടേക്ക് എന്തോ സംശയാസ്പദ വോട്ടുകൾ കണ്ടെത്തി എന്നാണ് നമ്മുടെ അനുരാഗ് താക്കൂർ പറയുന്നത്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നിലനിർത്തണം, ഭരണഘടന സംരക്ഷിക്കണം. അതിനിപ്പോ ഈ അനുരാഗ് താക്കൂറിന്റെ ആക്ഷേപങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തില് ഒന്നാമത് അദ്ദേഹം ചെയ്യേണ്ട കാര്യം, സത്യപ്രതിജ്ഞയോടുകൂടി ഈ 54 മണ്ഡലങ്ങളില് വോട്ടർ പട്ടികയിൽ ഈ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് മറ്റ് മണ്ഡലങ്ങളിലും ക്രമക്കേട് നടന്നിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ 2024 വോട്ടർ പട്ടിക ഒരു സമഗ്ര അന്വേഷണത്തിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം, ഒരു അപേക്ഷ കൊടുക്കണം. ഇനി അത് പറ്റത്തില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടും വിഷമിക്കുകയൊന്നും വേണ്ട. ഈ 543 മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയുടെ ഒരു ഡിജിറ്റൽ രൂപം, ഇലക്ട്രോണിക് വോട്ടർ പട്ടിക, അത് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ മതി. അദ്ദേഹം ചെയ്തോളും. അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായില്ലേ? അനുരാഗ് താക്കൂറിനോട് എനിക്കൊരു ചെറിയ പരാതിയേ ഉള്ളൂ. വാരണാസിയുടെ കാര്യം കൂടെ ഈ 54-നൊപ്പം 55-ാമത്തെ മണ്ഡലമായിട്ട് ചേർത്തിരുന്നെങ്കിൽ ആളുകളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പില് 4,79,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മോദിജി ജയിച്ച സ്ഥലമാ ഈ വാരണാസി. 4,79,000 മേലെ. 2024 എത്ര കിട്ടിയത് ഭൂരിപക്ഷം? 1,52,513 വോട്ടായിട്ട് അതങ്ങ് കൂപ്പുകുത്തി. വാരണാസിയിലെ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങളും അങ്ങ് ഈ 55-ാമത്തെ ഒരു മണ്ഡലമായിട്ട് കരുതി ഈ റിപ്പോർട്ടിൽ ചേർത്തിരുന്നെങ്കിൽ പറഞ്ഞല്ലോ കൂടുതൽ വിശ്വാസ്യത കൈവരുമായിരുന്നു. താക്കൂർജി പ്ലീസ് ഒരു കാര്യം മറക്കരുത്. അങ്ങ് ഇത്രയും ചെയ്തു, ഒരു വലിയ കാര്യമാണ്. 54 മണ്ഡലങ്ങളിലെ കണക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് ഇത് സംബന്ധിച്ചൊരു പരാതി നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതാക്കാൻ അത് സഹായിക്കും. പ്ലീസ്.